CPI കൊല്ലങ്കോട് ലോക്കൽ സമ്മേളനം സമാപിച്ചു. പ്രതിനിധി സമ്മേളനം പെൻഷൻ ഭവനിൽ സജ്ജമാക്കിയ ഗുരുവായൂരപ്പൻ നഗറിൽ നടന്നു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. വർഗീയതയെ ചെറുത്ത് മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാടാണ് നാടിനാവശ്യമെന്ന് CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പറഞ്ഞു. മതസാഹോദര്യം രാജ്യത്തിനാവശ്യമാണ്. ഭീകരവാദം നാടിന് ആപത്താണെന്നും KP സുരേഷ് രാജ് കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൽ അണിനിരന്നിട്ടുള്ള സാധാരണ മെമ്പർമാർക്ക് ഒരവകാശവുമില്ല. ഇത് ജനാധിപത്യ പാർട്ടിയാണ്. എന്നാൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിനെ, മണ്ഡലം പ്രസിഡന്റിനെ, ജില്ലാ പ്രസിഡന്റിനെ, APCCയുടെ പ്രസിഡന്റിനെ ഒക്കെ തെരഞ്ഞെടുക്കുന്നതിൽ ആ പാർട്ടിയിൽ അണിനിരന്നിട്ടുള്ള സാധാരണ മെമ്പർമാർക്ക് ഒരു റോളും ഇല്ല. അതും ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്ന BJP. ആ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ മാറിയത് നമ്മൾ കണ്ടല്ലോ. പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയ അവതാരം, ഏഷ്യാനെറ്റിന്റെ മുതലാളി. അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നതിന് BJPക്ക് വല്ല പങ്കുണ്ടായിരുന്നു? അത് ഡൽഹിയിൽ അവർ തീരുമാനിച്ചു, ഇവിടെ സുരേന്ദ്രനെ മാറ്റി ഇയാളെ ആക്കാൻ തീരുമാനിച്ചു. ഒരു സമ്മേളനം അവർ നടത്തിയില്ല. താഴെയുള്ള BJPയിലെ ഒരു പ്രവർത്തകന്മാരും അറിഞ്ഞില്ല. അതാണ് BJPയുടെ ജനാധിപത്യ പ്രക്രിയ. BJPയുടെ രാഷ്ട്രീയ നയം തീരുമാനിക്കുന്നത് ആരാണ്? BJPക്കാരാണോ? അല്ല. BJPയുടെ രാഷ്ട്രീയ നയം തീരുമാനിക്കുന്നത് വേറൊരു സംഘടനയാണ്. അത് RSS ആണ്. BJPയുടെ രാഷ്ട്രീയം എന്തായിരിക്കണം, BJPയുടെ നിലപാട് എന്തായിരിക്കണം എന്ന് BJPയിൽ അണിനിരന്നിട്ടുള്ള സാധാരണ ആളുകൾക്ക് ഒരു പങ്കുമില്ല. BJP എന്ത് നയമാണ് ഓരോ വിഷയത്തിലും സ്വീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് വേറെ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ പേരാണ് RSS. അവർ തീരുമാനിക്കും, ഇവർ നടപ്പാക്കും. അതാണ് BJPക്ക് അകത്തെ സ്ഥിതി. AV രാജൻ, P ശിവരാമൻ, ഓമന സുബ്രഹ്മണ്യൻ എന്നിവർ അടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. K രാജൻ, V കൃഷ്ണൻകുട്ടി, K മോഹനൻ, P രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി A മുരുകൻ സ്വാഗതവും ഗിരിജ നന്ദിയും പറഞ്ഞു.